കോഴിക്കോട് കോവൂരിൽ രാത്രി 10:30 വ്യാപാരം അവസാനിപ്പിച്ച് 11 മണിക്ക് കടകൾ അടയ്ക്കാൻ തീരുമാനം. വ്യാപാരി വ്യവസായികളും രാഷ്ട്രീയ പാർട്ടികളും പങ്കെടുത്ത സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. റോഡരികിലെ പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. നിരീക്ഷണത്തിനായി CCTV-കൾ സ്ഥാപിക്കും. രാത്രികാല കടകളുമായി ബന്ധപ്പെട്ട് ഇന്നലെയുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് തീരുമാനം. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, ഇപ്പോൾ ഒരു താൽക്കാലിക നടപടിയായിട്ടാണോ അതോ ഇനി മുതൽ ഇങ്ങനെയാണ് എന്ന തീരുമാനത്തിലേക്കാണോ എത്തുന്നത്? സ്മൃതി, ഒരു മാസത്തേക്കാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അതായത് 10:30 വ്യാപാരം അവസാനിപ്പിച്ച് 11 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് കട പൂട്ടണമെന്നാണ് ഇന്ന് മെഡിക്കൽ കോളേജ് ACPയുടെ നേതൃത്വത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്രയും കാലം ഇവിടെ വരുന്ന കടകളിലേക്ക് വരുന്ന ആളുകളൊക്കെ തന്നെ റോഡിന്റെ ഇരുവശങ്ങളിലുമാണ് വാഹനങ്ങൾ നിർത്തിയിരുന്നത്. ആ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇനി മുതൽ അതാത് കച്ചവടക്കാർ തന്നെ കണ്ടെത്തണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ കടയിലും CCTV നിർബന്ധമാക്കണം, സുരക്ഷാ ജീവനക്കാരെ നിയമിക്കണമെന്നും ഇന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു സബ് കമ്മിറ്റിക്കും ഇന്ന് രൂപം കൊടുത്തിട്ടുണ്ട്. അതായത് 3 കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് സബ് കമ്മിറ്റി ഉള്ളത്. ഈ സബ് കമ്മിറ്റി ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുക. ഒരു മാസത്തിന് ശേഷം റിവ്യൂ മീറ്റിംഗ് നടത്തിയ ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കാൻ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഇരിങ്ങാടൻപള്ളി കോവൂർ മേഖലയിലെ വ്യാപാരികളും ഒപ്പം തന്നെ നാട്ടുകാരും DYFI പ്രവർത്തനം തമ്മിൽ ചെറിയ തോതിൽ വാക്കുതർക്കമുണ്ട്. അതായത് ലഹരി വിൽപ്പന കേന്ദ്രങ്ങളായിട്ട് ഈ റോഡിന് ഇരുവശമുള്ള കടകൾ മാറിയിരിക്കുന്നു. പുലർച്ചെ വരെ തുറന്നിരിക്കുന്ന ഭക്ഷണശാലകളാണ്. ഇവിടേക്ക് ദൂരെ നിന്ന് ആളുകൾ എത്തുന്നു, ഇവിടെ വെച്ച് ലഹരി കൈമാറ്റം നടക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് നാട്ടുകാർ ഉന്നയിച്ചത്. അത് സംഘർഷത്തിലേക്ക് പോയിരുന്നു. DYFI ഇന്നലെ മാർച്ച് നടത്തിയ 2 കടകൾ തല്ലിപ്പൊളിക്കുകയും ചെയ്തിരുന്നു. അതിന് തുടർച്ചയായിട്ടാണ് ഈ രീതിയിലേക്ക് ഒരു മാസത്തേക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ.